ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണേ. നല്ല ക്യാരറ്റ് ഹൽവയും പിന്നെ അതിൻ്റെ കൂടെ ഐസ്ക്രീമും. നല്ല സ്വീറ്റ് ക്യാരറ്റ് ഹൽവയാണ്. മസ്റ്റ് ട്രൈ റെസിപ്പിയാണേ. നല്ല ടേസ്റ്റുമാണ്. നല്ല ഫ്രഷ് ക്യാരറ്റ് നോക്കി വാങ്ങി അതിനെ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് മാറ്റി വെക്കാം. ഫസ്റ്റ് ഞാനൊരു 750 ഗ്രാമാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത്. ഫുൾ ക്യാരറ്റ് നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. ഇതുപോലെ ഫുൾ ക്യാരറ്റ് അരിഞ്ഞ് വെച്ച് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റി ക്യാരറ്റായിരുന്നു. ഫ്രഷ് ക്യാരറ്റ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിനൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് പിന്നെ നമുക്ക് ഹൽവയ്ക്ക് ആവശ്യമുള്ള ഡ്രൈ ഫ്രൂട്ടാണ് ഇത്. കാഷ്യൂനട്ടും പിന്നെ ബദാമാണ് ഉള്ളത്. അതിൻ്റെ കൂടെ മുന്തിരിങ്ങയാണ്, കിസ്മിസ്, പിന്നെ ക്യാരറ്റും, പിന്നെ ഒരു ഗ്ലാസ് പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹലുവ തയ്യാറാക്കാൻ പറ്റിയൊരു പാത്രം എടുത്ത് അതിലത്തേക്ക് കുറച്ച് ഗീയാണ് ചേർക്കേണ്ടത്. ഗീ നന്നായി ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഡ്രൈ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുക. കാഷ്യൂനട്ടും ബദാമും കിസ്മിസുമാണ് ചേർത്തത്. നിങ്ങളടുത്ത് വേറെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായി ഗോൾഡൻ കളറായ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ടാണ് ഇഷ്ടം അത് മാത്രം ചേർത്താൽ മതി. അതേ പാത്രത്തിലേക്ക് നെയ്യ് കുറച്ചുകൂടി ഇട്ട് മാറ്റി വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ക്യാരറ്റ് നന്നായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണേ. ക്യാരറ്റ് നന്നായി റോസ്റ്റായ ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാൽ കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ചേർത്താൽ മതിയേ. 1/2 ഗ്ലാസ് മിൽക്ക് മതിയാവുക ക്യാരറ്റ് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി. അധികമായെങ്കിൽ തിളച്ച് അത് ഡ്രൈ ആവാൻ കുറേ സമയമെടുക്കും. അപ്പോഴേക്ക് അതിലത്തേക്ക് ആവശ്യമായ പഞ്ചസാര, ഒരു ബൗൾ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടി റെഡിയാക്കി വെക്കാം. പാല് നന്നായി വറ്റി ക്യാരറ്റ് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഒരു 10-15 അല്ല, ഒരു ഹാഫ് ആൻ അവർ എടുക്കും. പാല് ഫുള്ള് തിളച്ച് വറ്റി ക്യാരറ്റ് ഡ്രൈ ആയ ശേഷം നമുക്ക് മാറ്റി വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ബൗൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം കുറച്ചും കൂടി വേണമെങ്കിൽ ടേസ്റ്റ് നോക്കി നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഡ്രൈ ആയ ക്യാരറ്റിലേക്ക് നമുക്കിനി കുറച്ചുകൂടി നെയ്യ് ചേർത്ത് ഒന്നും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 1 സ്പൂൺ ഏലക്കായ് പൊടി ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്നുകൂടി റോസ്റ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ക്യാരറ്റ് ഹൽവ റെഡിയായി. നല്ല ചൂട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല സൂപ്പർ ടേസ്റ്റാണ്. സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ കുറച്ച് സമയമെടുക്കും. എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റ് ക്യാരറ്റ് ഹൽവ റെഡി. ഇതിപ്പോൾ ഐസ്ക്രീമിൻ്റെ കൂടി സൂപ്പർ കോമ്പിനേഷനാണ്. ചൂട് ഹലുവയും നല്ല വാനില ഐസ്ക്രീമും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണേ. മസ്റ്റ് ട്രൈ ഐറ്റം. നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത ശേഷം കഴിക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.